നാലുദിക്കിലെ മലമടക്കിന്റെ പച്ചപ്പിന് നടുവിലാണ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയം. 1958-59 കാലയളവിലെ കുടിയേറ്റക്കാലത്ത് ഗ്രോമാർ ഫുഡ് പദ്ധതിയുടെ ഭാഗമായി കുടിയേറിയവർ മണ്ണിൽ പൊന്നു വിളയിച്ചു, വന്യമൃഗങ്ങളോട് പോരാടി, മലമ്പനിയടക്കമുള്ള മാരകരോഗങ്ങളോട് പടവെട്ടി. അക്കാലയളവിൽ കർഷകർ സമൂഹത്തിലെ കൂട്ടായ്മയെ ചേർക്കാൻ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ ഇടുക്കിയുടെ മുക്കിലും മൂലയിലുമുണ്ട്. അങ്ങനെ എത്രയോ കാലത്തെ പഴക്കമുള്ള ദേവാലയമാണ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ചർച്ച്. 5 പതിറ്റാണ്ടിലേറെ പല തലമുറകൾ കടന്നുപോയ പ്രായമുള്ള പള്ളി. ഞാൻ 43-ലാണ് കഞ്ഞിക്കുഴി വരുന്നത്. അന്ന് വെറും ഒരു ഷെഡായിട്ട് പരമ്പ് മറച്ച ഒരു ഷെഡായിരുന്നു. ഈ പള്ളിയുടെ ഒരു കുരിശുപള്ളിക്ക് സ്ഥലം തന്നത് വെള്ളാരംകുന്ന ദാമോദരൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അതുപോലെ എല്ലാവരും എല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പെരുന്നാളിനൊക്കെ ആണെങ്കിൽ കുരിശുമാല എടുക്കുന്നു, അമ്പെടുക്കുന്നു, കഴുന്നെടുക്കുന്നു ഒക്കെ മറ്റ് സമുദായക്കാർ ധാരാളമായിട്ട് വരും. കഞ്ഞിക്കുഴി പള്ളിയുടെ പെരുന്നാളും ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ എല്ലാ സമൂഹത്തിൻ്റെ ഒരു പരിചയമാണ്. ഇവിടെ ഒരു പെരുന്നാളിനൊക്കെ ഒരു നാടകമൊന്നും നടത്തിയില്ലെങ്കിലും മറ്റ് സമുദായക്കാർ വരെ പറയും, നിങ്ങൾ നാടകം കാണാൻ നോക്കിയിരിക്കുക, നിങ്ങൾ നാടകം നടക്കാത്ത എന്ത് എന്നൊക്കെ ചോദിക്കും. കുടുംബങ്ങൾ ആരംഭിച്ച പള്ളി ഇടവകയിൽ ഇന്ന് 800-ലധികം കുടുംബങ്ങളാണുള്ളത്. ആദ്യ പള്ളി നിർമ്മിച്ച കാലം മുതലുള്ള വറ്റാത്ത ഉറവയാണ് കഞ്ഞിക്കുഴി പള്ളിയുടെ പ്രത്യേകതയെന്ന് വിശ്വാസികൾ പറയുന്നു. ഈ പള്ളി പണിയുന്ന ഒരു സമയത്ത് മണ്ണ് ഞവരി, അന്ന് പഴയ രീതിയിൽ ഞവരിക്ക് വലിച്ച് പുതുപ്പണി പോലെ പണിത് അങ്ങനെ കൊണ്ടുവന്ന ഒരു പള്ളി. ഇന്നത്തെ രീതിയിൽ SCBക്ക് പണിതോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ പണിത് വരാൻ അവിടെ ഒരു കുറച്ച് കല്ല് പൊട്ടിക്കുന്ന പൊട്ടിക്കുന്ന ഒരു സമയത്താണ് ആ പള്ളിയുടെ ആ സൈഡിൽ ഒരു പാറയ്ക്ക് മുകളിൽ തന്നെ ആ ഒരു വെള്ളം വരുന്നത്. അത് ഓവറായിട്ടൊന്നുമില്ല, എപ്പോഴും ആ ഒരേ രീതിയിൽ. ആ നല്ല വേനൽ സമയത്തും ആ രീതിയിൽ എപ്പോഴും വെള്ളമുണ്ട്. ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യ വിശ്വാസികളെ കൂടുതൽ മറ്റ് മതസ്ഥരായ ആളുകളാണ് കൂടുതലായിട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് സാധിച്ച് അനുഗ്രഹവും മാതാവിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പോകുന്നത്. പള്ളിയിടവകയിലെ കൈത്താങ്ങാകേണ്ട കുടുംബങ്ങൾക്ക് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് പള്ളി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പൂർണ്ണമായും കാർഷിക മേഖലയായ കഞ്ഞിക്കുഴിയുടെ ആത്മീയ തിളക്കമാണ് സെന്റ് മേരീസ് ദേവാലയമെന്ന് നാടൊന്നായി പറയുന്നു. ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ പ്രതീക്ഷയുടെയും പുനരധിവാസത്തിൻ്റെയും ഒക്കെ പ്രതീകം കൂടിയാണ് സെന്റ് മേരീസ് കഞ്ഞിക്കുഴി ചർച്ച്. ഇവിടുത്തെ തിരുനാൾ ദിനങ്ങൾ മതസൗഹാർദ്ദത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ദിനങ്ങൾ കൂടിയാണ്. ജെറിൻ കാട്ടൂരിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.